Hello friends, this is only BSc coaching class, University Assistant Batch, Maths ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പെർസെൻറ്റേജിനെ എങ്ങനെ റേഷ്യോ ഫോർമാറ്റിൽ പെർസെൻറ്റേജിന്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് കറക്റ്റായി അറിഞ്ഞാൽ തന്നെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ പ്രോബ്ലംസ്, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലംസ്, ഈ റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് പ്രോബ്ലംസ് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ബേസിക് ആയിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പെർസെൻറ്റേജിന്റെ കൺസെപ്റ്റിൽ തന്നെ അതുണ്ട്. എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പെർസെന്റ് ആണ് പെർസെൻറ്റേജ് എന്നത് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് പെർസെന്റ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദാറ്റ് ഈസ് ഔട്ട് ഓഫ് സെന്റ് പറഞ്ഞ 100 എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് പെർസെൻറ്റേജിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പെർസെൻറ്റേജ് മീൻസ് പെർസെന്റ്, ദാറ്റ് ഈസ് ഔട്ട് ഓഫ് 100, അതായത് 100ൽ എത്ര എന്നുള്ളതാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു കാര്യം ക്ലിയർ ആയി പറയാൻ പറ്റും. പെർസെൻറ്റേജിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 100 ആയിരിക്കും. പെർസെൻറ്റേജിന്റെ ബേസ് വാല്യൂ എപ്പോഴും വരും. ഓക്കെ, പെർസെൻറ്റേജിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് ആൾവൈസ് 100 ആയിരിക്കും പെർസെൻറ്റേജിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ ആയിരിക്കും ഇത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ജസ്റ്റ് 20% ആണ് തന്നിരിക്കുന്നതെങ്കിൽ യൂഷ്വലി നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ ഏതൊരു നമ്പറിനെയും പെർസെൻറ്റേജ് ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ ആ കൺസേൺ നമ്പറിന്റെ ബേസിനെ 100 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. അല്ലെ, നമുക്കറിയാം 20% വന്നാൽ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ 20/100 എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ അത് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് പെർസെൻറ്റേജിന്റെ ബേസിക് എന്ന് പറയുന്നത്. അത് പെർസെൻറ്റേജിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ് വരിക. അപ്പൊ ഏത് നമ്പറിനെയും പെർസെൻറ്റേജ് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ആ കൺസേൺ നമ്പറിനെ നമ്മൾ 100ന്റെ ബേസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇപ്പൊ നമുക്ക് 125% ആണ് തന്നിരിക്കുന്നത് കൺസെപ്റ്റ്. ഓക്കെ, 125% ആണെങ്കിൽ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ 125 എന്ന് പറയുന്ന നമ്പറിന്റെ ബേസ് നമ്മൾ 100 ആയിട്ട് അസ്യൂം ചെയ്യും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പെർസെൻറ്റേജിന്റെ എല്ലാ പ്രോബ്ലംസും സോൾവ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പെർസെൻറ്റേജിൽ ഇനി അറിയേണ്ട കുറച്ച് ബേസിക്സ് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അതായത് ഫ്രാക്ഷൻ പെർസെൻറ്റേജ്. അതായത് നമുക്കിപ്പോ 4/5 എന്ന ഒരു ഫ്രാക്ഷൻ ആണ് തന്നിരിക്കുന്നത് കൺസെപ്റ്റ്. ഓക്കെ, ഈ 4/5 എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമുക്ക് പെർസെൻറ്റേജിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത് കൺസെപ്റ്റ്. ഓക്കെ, അത് 4/5 എന്ന് പറയുന്ന ഫ്രാക്ഷനെ നമുക്ക് പെർസെൻറ്റേജിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കറിയാം 4/5 പെർസെൻറ്റേജിലോട്ടാണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ നമുക്കറിയാം പെർസെൻറ്റേജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ പെർസെൻറ്റേജിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 100 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ തന്നിരിക്കുന്ന 4/5 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ബേസ് എന്ന് പറയുന്നത് നമുക്ക് 5 ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആ ബേസിനെ 100ലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 4/5 എന്ന് പറയുന്ന ഫ്രാക്ഷന്റെ ബേസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമ്മൾ 5 എന്ന് പറയുന്ന ബേസിനെ നമ്മൾ 100ലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 5നെ 100ലോട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ 5 × 20 ടൈംസ് എന്ന് വരിക 100 വരിക. അപ്പൊ ഈ 5നെ 20 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 100 എന്ന് പറയുന്ന ബേസ് നമ്മൾ എത്തിച്ചു കഴിഞ്ഞാൽ, അതായത് ഡിനോമിനേറ്ററിനെ 100ലോട്ടാണ് നമ്മൾ എത്തിച്ചിരിക്കുന്നത് 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട്. അപ്പൊ ഫ്രാക്ഷന്റെ വാല്യൂ ചേഞ്ച് ആവാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ ന്യൂമറേറ്റർ കൺസേൺഡ് ന്യൂമറേറ്ററിനെ ആ 20 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് വരും. ദാറ്റ് ഈസ് 4 × 20, ദാറ്റ് ഈസ് 80 ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് 4/5നെ 100ന്റെ ബേസ് വെച്ചിട്ട് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ 80/100 വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. 80/100 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിട്ടായിരിക്കും വരിക എന്ന് വെച്ചാൽ 80% ഈക്വൽ ആയിട്ട് വരും. ഓക്കെ, അപ്പൊ ഇതാണ്, ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഇതാണ് അതിന്റെ ആക്ച്വൽ ആയിട്ട് ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക. ഇതല്ലാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ ആ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ജസ്റ്റ് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി.
That is 520 times 20 into 4 എന്ന് പറയുന്നത് 80%. ഓക്കെ, ഈ രണ്ട് കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫ്രാക്ഷനെ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഒന്നില്ലെങ്കിൽ ആ കൺസേൺഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനെ 100 ബേസിലോട്ട് കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് ന്യൂമറേറ്ററിനെയും അതേപോലെ കൺവേർട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷനെ നമുക്കിപ്പോൾ പെർസെൻറ്റേജ് ഫോർമാറ്റിലാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ആ കൺസേൺ ഫ്രാക്ഷനെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിനി പെർസെൻറ്റേജിന്റെ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ട ഒരു കൺസെപ്റ്റ് എന്താ നോക്കാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിപ്പോൾ 25% ആണ് തന്നിരിക്കുന്ന കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 25%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഫ്രാക്ഷണൽ വാല്യൂ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം 25%നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ 25/100 വെച്ച് റെപ്രസെന്റ് ചെയ്യാം. 25/100 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും എന്ന് വെച്ചാൽ 1/4 ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 25%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ, ഇത് ജസ്റ്റ് നമ്മൾ പെർസെന്റേജ് ആക്കി അസ്യൂം ചെയ്യാം. ഇത് അതിന്റെ ഫ്രാക്ഷണൽ വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യാം. ഓക്കെ, നോക്കുക, 25%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് വെച്ചാൽ 1/4 ആണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏതൊരു പെർസെന്റേജിനും നമ്മൾ അതിനെ ഫ്രാക്ഷണൽ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്താൽ നമുക്ക് അതിനെ എങ്ങനെ പറയാൻ പറ്റുന്ന വെച്ചാൽ ശ്രദ്ധിക്കാം. ഇപ്പൊ 25%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ 1/4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 4 എന്ന് പറയുന്ന നമ്പറിന്റെ 25% ആയിരിക്കും 1 വരിക. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. 25%ന്റെ ഫ്രാക്ഷൻ വാല്യൂ 1/4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 4 എന്ന് പറയുന്ന നമ്പറിന്റെ 25% ആയിരിക്കും 1 വരിക. നമ്മൾ എല്ലാ പെർസെൻറ്റേജിന്റെ പ്രോബ്ലംസും ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. അപ്പോൾ ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷണൽ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിനോമിനേറ്ററിന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ആണ് ന്യൂമറേറ്ററിൽ ഉണ്ടാകുക. ഓക്കെ, അത് ജസ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 4ന്റെ 25% നമ്മൾ എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ 4 × 25/100 അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? 4 എന്ന് പറയുന്ന സംഖ്യയുടെ 25% കണക്കാക്കുക അല്ലെ. അപ്പൊ നമുക്കറിയാം 4 100ൽ 25 പ്രാവശ്യമാണ്. 25/25 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയി കൺസെപ്റ്റ് എങ്ങനെയാണുള്ളത്. അപ്പൊ ഏത് പെർസെൻറ്റേജിനും നമ്മൾ ഫ്രാക്ഷണൽ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഡിനോമിനേറ്ററിന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ആണ് എന്തിൽ ഉണ്ടാവുക വെച്ചാൽ ന്യൂമറേറ്ററിൽ ഉണ്ടാവുക. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കറക്റ്റായി മനസ്സിലാക്കാം. കാരണം നമ്മൾ പെർസെൻറ്റേജിന്റെ എല്ലാ പ്രോബ്ലംസും ഈ ഒരു മെയിൻ കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. അതായത് ബേസിക് ആയിരിക്കും കുറച്ച് മെയിൻ ആയിട്ടുള്ള പെർസെൻറ്റേജും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ വാല്യൂസുമാണ് ഇവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നോക്കുക. 100%ന്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 100. നമുക്കറിയാം 100% പറഞ്ഞാൽ 100/100 ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. 100/100നെ ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുകയെന്ന് വെച്ചാൽ 1, അല്ലെങ്കിൽ നമുക്ക് എത്ര കിട്ടുകയെന്ന് വെച്ചാൽ 1/1 ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 1 എന്ന് പറയുന്ന നമ്പറിന്റെ 100% ആണ് 1 വരിക. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് കേസ് നമ്മൾ നോക്കുക. 75%ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടിയിരിക്കുന്നത് വെച്ചാൽ 3/4 ആണ് കിട്ടിയിരിക്കുന്നത്. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 4 എന്ന് പറയുന്ന നമ്പറിന്റെ 75% ആയിരിക്കും 3 വരിക. ഓക്കെ, അതേ കൺസെപ്റ്റിനാണ് 50%ന്റെ വാല്യൂ 1/2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 2 എന്ന് പറയുന്ന നമ്പറിന്റെ 50% ആണ് 1 വരിക. അതേപോലെ തന്നെ 25%ന്റെ വാല്യൂ 1/4 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 4ന്റെ 25% ആണ് 1 വരിക. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള, അതായത് മെയിൻ ആയിട്ട് ചോദിക്കുന്ന പെർസെൻറ്റേജും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ വാല്യൂസും. ഇത് നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ സാധാ ഫ്രാക്ഷൻസ് ശ്രദ്ധിക്കാം. സാധാ പെർസെൻറ്റേജിന്റെ ഫോർമാറ്റ് അല്ലാണ്ട് നമുക്ക് മിക്സ്ഡ് ഫ്രാക്ഷന്റെ ഫോർമാറ്റിൽ പെർസെൻറ്റേജ് ചോദിക്കാറുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്തത് എങ്ങനെ വരുന്നത് വെച്ചാൽ മിക്സഡ് ഫ്രാക്ഷനും നമുക്ക് ഫ്രാക്ഷൻ വാല്യൂസ് കണക്കാക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ പെർസെൻറ്റേജിന്റെ ഏത് പ്രോബ്ലം വന്നാലും അതിനെ ഫ്രാക്ഷൻ ഫോർമാറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഓരോ പ്രോബ്ലംസും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ മിക്സഡ് ഫ്രാക്ഷൻസ് വന്നാൽ നമുക്കത് എങ്ങനെയാണ് സോൾവ് ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് 66 2/3% ആണ് തന്നിരിക്കുന്നത് കൺസെപ്റ്റ്. ഇതിന്റെ ഫ്രാക്ഷണൽ വാല്യൂ നമുക്ക് എങ്ങനെയാണ് കണക്കാക്കേണ്ടത്. ഓക്കെ, അപ്പൊ
അപ്പോൾ നമുക്കറിയാം 66 2/3 പെർസെൻറ്റേജിനെ നമുക്ക് എങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ 3 into 66 198 plus 2 എന്ന് പറയുമ്പോൾ 200/3 പെർസെൻറ്റേജ് വന്നിട്ടും നമുക്ക് 66 2/3 പെർസെൻറ്റേജിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതായത് 66 2/3 പെർസെൻറ്റേജിനെ 2/3 പെർസെൻറ്റേജ് വെച്ച് നമുക്ക് കറക്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്കറിയാം ഇനി 200/3 പെർസെൻറ്റേജിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ 200/3 എന്ന് പറയുന്ന നമ്പറിന്റെ ബേസ് വാല്യൂ നമ്മൾ 100 ആയിട്ട് എടുക്കുക. ഓക്കെ, 100 ആണ് ബേസ്, അത് 200/3 ഡിവൈഡഡ് ബൈ 100, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടെ എഴുതാന്ന് വെച്ചാൽ 100/1 എന്ന് പറയുന്ന കൺസെപ്റ്റ് വെച്ചിട്ടും എഴുതാൻ പറ്റും അല്ലേ. അപ്പൊ ഇതിനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ 200/3 ഈ ഡിവിഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് മൾട്ടിപ്ലിക്കേഷനിലോട്ടാണ് കൺവേർട്ട് ആവുന്നത്. ദാറ്റ് ഈസ് 100/1 എന്തായി കൺവേർട്ട് ആവുന്നത് വെച്ചാൽ 1/100 ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത്. ഓക്കെ, അപ്പൊ 0 0 ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 2/3 ആണ് വാല്യൂ കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 66 2/3 പെർസെൻറ്റേജിന്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 2/3 ആണ് കിട്ടുക. ഈ ഒരു കൺസെപ്റ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 3 എന്ന് പറയുന്ന നമ്പറിന്റെ 66.2/3% 2 വരെ. ഓക്കെ, ക്ലിയർ ആയി മനസ്സിലാക്കുക. ഇപ്പൊ ഏത് പെർസെൻറ്റേജിനെയും ഫ്രാക്ഷൻ ഫോർമാറ്റിലാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ഡിനോമിനേറ്ററിന്റെ കറസ്പോണ്ടിങ് പെർസെൻറ്റേജ് ആൾവേസ് ന്യൂമറേറ്റർ ഉണ്ടാവും. അപ്പോൾ 66 2/3 പെർസെൻറ്റേജിന്റെ വാല്യൂ 2/3 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ 3 എന്ന് പറയുന്ന സംഖ്യയുടെ 66.2/3% 2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് ചോദിക്കുന്ന മിക്സഡ് ഫ്രാക്ഷനും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ വാല്യൂസുള്ള നമ്മളിവിടെ എഴുതിയിരിക്കുന്നു. ഓക്കെ, ഇത് പഠിക്കാനുള്ള ഒരു രീതിയുണ്ട്, കാണാപ്പാടം പഠിക്കേണ്ട ഒരു ആവശ്യമില്ല. എങ്ങനെയാണ് അത് മനസ്സിലാക്കി പഠിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പൊ 12 1/2 പെർസെൻറ്റേജിന്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1/8 ആണ്. ഇത് എങ്ങനെ നമുക്ക് ചെയ്യാന്ന് വെച്ചാൽ അതായത് 12 1/2 6 1/4 എന്ന് പറയുന്നത് ഒരു സെറ്റ് ആക്കി പഠിക്കാം. പിന്നെ അടുത്തത് 64 33 16 8 എന്നുള്ളത് ഈ ഒരു പോർഷൻ വന്നിട്ട് രണ്ടാമത്തെ സെറ്റ് ആക്കിയിട്ട് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് സെറ്റ് നമുക്ക് പെട്ടെന്ന് എങ്ങനെ പഠിക്കാന്ന് വെച്ചാൽ നമുക്കറിയാം 25 പെർസെൻറ്റേജിന്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എത്ര അറിയാം 1/4 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ നമുക്കറിയാം 25ന്റെ കറക്റ്റ് ഹാഫ് ആണ് 12 1/2 പെർസെൻറ്റേജ് വരെ അല്ലെ. അപ്പൊ 25യുടെ ഹാഫ് ആണ് 12 1/2 പെർസെൻറ്റേജ് എങ്കിൽ അതിന്റെ ഫ്രാക്ഷൻ വാല്യൂ എന്ന് പറയുന്നത് 1/4ന്റെ ഹാഫ് ആയിരിക്കും. അപ്പൊ 1/4ന്റെ ഹാഫ് നമുക്ക് ഇങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ആ 1/4നെ 1/2 കൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അല്ലാതെ ഒരു നമ്പറിനെ അതിന്റെ പകുതിയാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ കൺസേൺ നമ്പറിനെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലെ. അപ്പോ 1/4ന്റെ പകുതിയാണ് എന്ത് അവിടെ 12 1/2 പെർസെൻറ്റേജിന്റെ വാല്യൂ. അപ്പൊ നമുക്ക് നോക്കാം 1/4 into 1/2 എത്ര വരിക 1/8 ആണ് വരിക. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാം. ആ ഒരു രീതിയിൽ പഠിച്ചു പോയാൽ മതി. ഇനി 12 1/2 പെർസെൻറ്റേജിന്റെ കറക്റ്റ് ഹാഫ് ആണ് എന്ത് വരിക 6 1/4 പെർസെൻറ്റേജ് വരിക. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ വാല്യൂ 1/8 ആണെങ്കിൽ ഇതിന്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര ആയിരിക്കണം എന്ന് വെച്ചാൽ 1/8ന്റെ കറക്റ്റ് ഹാഫ് ആയിരിക്കണം. ദാറ്റ് ഈസ് 1/8ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 1/16 ആണ് വരിക. ഓക്കെ, ഇനി നമുക്ക് 12 1/2 പെർസെൻറ്റേജ് എങ്ങനെയൊക്കെ തരാന്ന് വെച്ചാൽ 12.5 പെർസെൻറ്റേജ് വന്നാലും 12 1/2 പെർസെൻറ്റേജ് ആണ്. 6.25 പെർസെൻറ്റേജ് വന്നാലും 6 1/4 പെർസെൻറ്റേജ് വരും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ സെറ്റ് എങ്ങനെ നോക്കാം. രണ്ടാമത്തെ സെറ്റിന്റെ ബേസ് എന്ന് പറയുന്നതിന് 66 2/3 ആണ് വരിക. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു 66 2/3യുടെ വാല്യൂ നമുക്ക് 2/3 ആണ് വരിക അല്ലെ. അതേ കൺസെപ്റ്റ് നമുക്ക് എങ്ങനെ ഫോളോ ചെയ്യുന്നത് വെച്ചാൽ 66 2/3യുടെ കറക്റ്റ് ഹാഫ് ആണ് 33 1/3 വരിക. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ വാല്യൂ 2/3 ആണെങ്കിൽ ഇതിന്റെ ഫ്രാക്ഷൻ വാല്യൂ എങ്ങനെയായിരിക്കണം വെച്ചാൽ 2/3യുടെ കറക്റ്റ് ഹാഫ് ആയിരിക്കണം നല്ലത്. ഇപ്പൊ 2/3യുടെ ഹാഫ് എന്ന് പറയുമ്പോൾ 2/3 into 1/2 നമ്മൾ ചെയ്യാം. 2 ഉം 2 ഉം ക്യാൻസൽ ആയി പോകും. അപ്പൊ ന്യൂമറേറ്ററിൽ 1 ആണ് ബാലൻസ്, ഡിനോമിനേറ്ററിൽ 3 ആണ് ബാലൻസ്. ഓക്കെ, ഇനി 16 2/3 എന്ന് പറയുന്നത് 33 1/3യുടെ ഹാഫ് ആണ് വരിക. അപ്പോൾ ഇതിന്റെ വാല്യൂ 1/3 ആണെങ്കിൽ ഇതിന്റെ വാല്യൂ എത്ര വരിക എന്ന് വെച്ചാൽ 1/3യുടെ കറക്റ്റ് ഹാഫ് ദാറ്റ് ഈസ് 1/6 ആണ് വരിക. ഓക്കെ, ഇനി അതേപോലെ തന്നെ 8 1/3 പെർസെൻറ്റേജ് പറഞ്ഞാൽ 16 2/3 പെർസെൻറ്റേജിന്റെ ഹാഫ് ആണ് വരിക.
അപ്പോൾ ഇതിന്റെ വാല്യൂ 1/6 ആണ്. ഇതിന്റെ വാല്യൂ എങ്ങനെയാണെന്ന് വെച്ചാൽ 1/6ന്റെ കറക്റ്റ് ഹാഫ്, അതായത് 1/12 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയ പോലെ നമുക്ക് എങ്ങനെയും കൂടെ തരാന്ന് വെച്ചാൽ ഈ കൺസേൺഡ് ആയിട്ടുള്ള ഈ ഒരു മിക്സ്ഡ് ഫ്രാക്ഷനെ ഇങ്ങനെ പോയിന്റ് ഫോർമാറ്റ് അല്ലെങ്കിൽ ഡെസിമൽ ഫോർമാറ്റിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അത് 66.66 പറഞ്ഞാലും 66 2/3 ആണ്, 33.33 പറഞ്ഞാൽ 33 1/3 ആണ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അത് എന്തുകൊണ്ടാണ് 0.66 0.33 കിട്ടിയിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ റിമൈനിങ് വരുന്ന ഫ്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് 0.66. 2/3 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.66 ആണ് കിട്ടുക, 1/3 ഡിവൈഡ് ചെയ്താൽ 0.33 ആണ് കിട്ടുക, 2/3 ഡിവൈഡ് ചെയ്താൽ നമുക്ക് 0.66 ആണ് കിട്ടുക, 1/3 ചെയ്താൽ 0.33 ആണ് കിട്ടുക. ഓക്കെ ഓക്കെ നമുക്കിപ്പോൾ പെർസെൻറ്റേജിൽ ഒരു ബേസിക് ആയിട്ടും ഒരു 4 പ്രോബ്ലംസ് നമുക്ക് എങ്ങനെയാണ് റേഷ്യോ കൺസെപ്റ്റ് വെച്ചിട്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇവിടെ പറയുന്നത് വെച്ചാൽ 45% ഓഫ് എ നമ്പർ ഈസ് 54, then find the number എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് അറിയാം പെർസെൻറ്റേജിന്റെ ഏത് പ്രോബ്ലം വന്നാലും ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ തന്നിരിക്കുന്ന പെർസെൻറ്റേജിന്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയാണ് കണക്കാക്കുന്നത്. അപ്പൊ നമുക്കറിയാം 45%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് 45/100 ആണ് വരിക. അതിനെ ചെറുതാക്കാൻ നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 9/20 ആണ് കിട്ടുക അല്ലെ. അതായത് 45 5 9 ടൈംസ് 5 20 ടൈംസ് ആണ്. സോറി 100 20 ടൈംസ് ആണ്. ശ്രദ്ധിക്കുക 45%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ പറയുമ്പോൾ 45/100 ചെയ്യാം. 5 9 ടൈംസും 5 20 ടൈംസും ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 45%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ 9/20 ആണ് വരിക അല്ലേ. ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 20 എന്ന് പറയുന്ന നമ്പറിന്റെ 45% ആണ് 9 വരിക അല്ലെ. 20ന്റെ 45% 9 വരിക. അപ്പൊ നമുക്ക് ഈ റേഷ്യോ വെച്ചിട്ട് എങ്ങനെ ചെയ്യണം നോക്കാം. അതായത് നമ്മളിപ്പോ 20 യൂണിറ്റ് ആണ് നമ്പർ എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ അതിന്റെ 45% എന്ന് പറയുന്നത് 9 യൂണിറ്റ് ആണ്. ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് അറിയാം 20 യൂണിറ്റ് ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 45% എന്ന് പറയുന്നത് 9 യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത് വെച്ചാൽ 45% 9 യൂണിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് അല്ലെ. പക്ഷെ നമുക്ക് ഇവിടെ കറക്റ്റ് ആയി തന്നിട്ടുണ്ട് 45% എന്ന് പറയുന്നത് 54 ആയിരിക്കും അല്ലെ. അതായത് 45% ആയിട്ടുള്ള 45%നെ യൂണിറ്റ് ടേംസ് നോക്കുമ്പോൾ 9 യൂണിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത്. 45%ന്റെ 9 യൂണിറ്റ് എന്തിനെ റീപ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ 54നെ റീപ്ലേസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 9 യൂണിറ്റ് 54നെ റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാന്ന് വെച്ചാൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 6 ആണ്. നമുക്ക് എന്താ കണക്കാക്കേണ്ടത് വെച്ചാൽ നമ്പർ ആണ് കണക്കാക്കേണ്ടത്. നമ്മൾ ഒറിജിനൽ നമ്പർ എത്രയായിട്ടാണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ 20 യൂണിറ്റ് ആണ് നമ്പർ എടുത്തിരിക്കുന്നത് അല്ലെ. അതായത് 20 യൂണിറ്റ് ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ 45% എന്ന് പറയുന്നത് 9 യൂണിറ്റ് ആയിരിക്കും അല്ലെ. 45% ആയിരിക്കും 9 യൂണിറ്റിനെ 54 റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്പർ നമ്മൾ ജസ്റ്റ് എന്ത് നോക്കിയാൽ മതി 20 യൂണിറ്റ് എന്തിനെ റീപ്ലേസ് ചെയ്ത് നോക്കുക. അപ്പൊ 9 54 ആണെങ്കിൽ 1 6 വരും. അപ്പൊ 20 യൂണിറ്റ് എന്ന് പറയുന്നത് 120 ആണ്. ഓക്കെ ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ കണക്ക് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അത് 66 2/3% ഓഫ് എ നമ്പർ ഈസ് 78, then find the number എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ജസ്റ്റ് നമുക്ക് മൈൻഡിൽ തന്നെ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നോക്കുക 66 2/3%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ നമ്മൾ നേരത്തെ ചെയ്തിട്ടാണ് എത്ര വരിക 2/3 ആണ് വരിക അല്ലെ. അപ്പൊ 2/3 ആണ് വരിക. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഒറിജിനൽ നമ്പർ 3 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ 66 2/3% എന്ന് പറയുന്നത് 2 യൂണിറ്റ് ആണ്. ഓക്കെ അതായത് ഒറിജിനൽ നമ്പറിന്റെ വാല്യൂ 3 യൂണിറ്റ് ആണെങ്കിൽ അതിന്റെ 66 2/3% എന്ന് പറയുന്നത് യൂണിറ്റ് ടേംസ് നോക്കുമ്പോൾ 2 യൂണിറ്റ് ആണ് വരിക. അപ്പൊ നമുക്കറിയാം 66 2/3% 2 യൂണിറ്റ്സ് ആണ് കിട്ടിയിരിക്കുന്നത്. ആ 2 യൂണിറ്റ്സ് എന്നുള്ളത് എന്തിനാണ് റീപ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കറക്റ്റ് പറയുന്നത് 66 2/3% 78 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 66 2/3% യൂണിറ്റ് ടേംസിൽ നോക്കുമ്പോൾ 2 യൂണിറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത്.
ആ 2 യൂണിറ്റ് ഏത് വാല്യൂവിനെ റീപ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ 78നെയാണ് റീപ്ലേസ് ചെയ്യുന്നത്. അപ്പൊ 2 യൂണിറ്റ് 78 ആണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ ഹാഫ് 39 ആണെങ്കിൽ നമുക്ക് എന്താണ് ആവശ്യം വെച്ചാൽ ഒറിജിനൽ നമ്പറാണ് ആവശ്യമാക്കിയത്. അപ്പൊ ഒറിജിനൽ നമ്പർ എന്ന് പറയുമ്പോൾ അത് എപ്പോഴും എന്തായിരിക്കും വെച്ചാൽ എടുത്തിരിക്കുന്ന പെർസെന്റേജിന്റെ ഡിനോമിനേറ്റർ ആയിരിക്കും എപ്പോഴും ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ മിസ്സിംഗ് വാല്യൂ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 3 യൂണിറ്റിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കറിയാം 2 + 1 ആണ് 3. 78 + 39 ചെയ്ത് നോക്കാം. അപ്പൊ 117 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഇത് അത്രയൊന്നും പ്രശ്നമില്ല. നമുക്കറിയാം 66 2/3% 2/3 ആണ് വരിക. അപ്പൊ 278 ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ? 3യുടെ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, ഇവിടെ നോക്കുക. ഡിഫറൻസ് ബിറ്റ്വീൻ 38 and 23% ഓഫ് എ നമ്പർ ഈസ് 81. then find the number എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു നമ്പറിന് 38% അതുപോലെ തന്നെ 23% തമ്മിലുള്ള ഡിഫറൻസ് ആണ് പറയുന്നത് അല്ലെ. അപ്പൊ 38%ഉം 28% തമ്മിലുള്ള ഡിഫറൻസ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 15% ആണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഒരു നമ്പറിന്റെ 38ഉം 23ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് 81 എന്നിരിക്കുന്നെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ന് പറയാൻ പറ്റും ഒരു നമ്പറിന്റെ 15% ആണ് 81 എന്ന് പറയാൻ പറ്റും അല്ലെ. അപ്പൊ നമുക്കറിയാം 15%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ നമുക്ക് എത്രയാണ് അറിയാന്ന് വെച്ചാൽ 15/100 ചെയ്ത് നോക്കാം. അതായത് 15%നെ നമുക്ക് എങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഫ്രാക്ഷണൽ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ 15/100 5 3 times 5 20 times അല്ലെ. അപ്പൊ 3/20 ആണ് വരിക ഉത്തരം വരിക അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 20 യൂണിറ്റ് ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ അതിന്റെ 15% എന്ന് പറയുന്നത് 3 യൂണിറ്റ് ആണ് അല്ലെ. പക്ഷെ നമുക്കിവിടെ കറക്റ്റ് ആയിട്ട് അറിയാം 15% 81നെയാണ് റീപ്ലേസ് ചെയ്യുന്നത് അല്ലെ. അതായത് 15%ന്റെ 3 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തിനെയാണ് റീപ്ലേസ് ചെയ്യുന്നത് വെച്ചാൽ 81നെയാണ് റീപ്ലേസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 3 യൂണിറ്റ് 81 ആണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 20 യൂണിറ്റിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്താൽ മതി. അപ്പൊ 3 യൂണിറ്റ് 81 ആണെങ്കിൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ നമുക്ക് 27 ആണെന്ന് അറിയാം. അപ്പൊ 20 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 27 × 20 540 ആണ്. അപ്പൊ ഒറിജിനൽ നമ്പർ അല്ലെങ്കിൽ ഈ മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് എത്ര വരുന്നത് വെച്ചാൽ 540 ആണ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. The sum of 41% and 7% of a number is 252 എന്നാണ് പറയുന്നത് അല്ലെ. അതായത് 41%ന്റെയും 7%ന്റെയും സം ആണ് 252 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയുന്നത് വെച്ചാൽ 41%ഉം 7%ന്റെ സം ആണ് 252 എന്ന് പറയുന്നതിന് പകരം നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് പറയുന്നത് വെച്ചാൽ 41 + 7 പറയുന്നത് എത്ര വരിക? 48% ആണ് എന്തിന് ഈക്വൽ ആവുക? 252ന് എന്തായിട്ട് വരിക? ഈക്വൽ ആയിട്ട് വരിക അല്ലെ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ 48%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ നമുക്കറിയാം 48%ന്റെ ഫ്രാക്ഷണൽ വാല്യൂ നമുക്ക് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ 48 എന്ത് ചെയ്ത് നോക്കിയാൽ മതി? 100 ചെയ്ത് നോക്കിയാൽ മതി അല്ലെ. 48/100 ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം 4 കറക്റ്റ് 12 ടൈംസ് ആകുമ്പോൾ 400 25 ടൈംസ് ആകുമ്പോൾ അല്ലെ. അതായത് 48/100നെ ഏറ്റവും ചെറുതാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടുകയെന്ന് വെച്ചാൽ 12/25 ആണ് കിട്ടുക അല്ലെ. അതായത് 25 യൂണിറ്റ് ആണ് ഒറിജിനൽ നമ്പർ എങ്കിൽ 48% എന്ന് പറയുന്നത് 12 യൂണിറ്റിന് ഈക്വൽ ആയിരിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, 48% 12 യൂണിറ്റ്സാണ് ഉണ്ടാവുന്നത് ഈക്വൽ ആവുന്നത് അല്ലെ. പക്ഷെ ഇവിടെ നമ്മുടെ അടുത്ത് കറക്റ്റ് ആയി പറയുന്നുണ്ട് 48% എന്തിനാണ് ഈക്വൽ ആവുന്നത് വെച്ചാൽ 252നാണ് ഈക്വൽ ആവുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 12 യൂണിറ്റ് 252നാണ് ഈക്വൽ ആവുന്നത്. അപ്പൊ 12 യൂണിറ്റ് 252നാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 21 ആണ് എന്ത് വരിക? ഒരു യൂണിറ്റിന്റെ വാല്യൂ വരിക. അപ്പൊ 12 252 ആണെങ്കിൽ നമ്മൾ എന്ത് മാത്രം ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ? 25 യൂണിറ്റിന് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 12 യൂണിറ്റ് 252 ആണെങ്കിൽ ഒരു യൂണിറ്റ് 21 ആണ് വരിക. അപ്പൊ 25 യൂണിറ്റ് എന്ന് പറയുന്നത് 25 × 21 അതായത് 525 ആണ് വരിക ഉത്തരം വരിക. ഓക്കെ, ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ഫർദർ വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് കിട്ടാനായി ഞങ്ങളുടെ പ്രിസൈസ് ഓൺലൈൻ PSC കോച്ചിങ് ക്ലാസ് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്ത ശേഷം താഴെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് വന്നിട്ട് പെർസെൻറ്റേജിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് മെയിൻ പ്രോബ്ലംസ് ആയിട്ട് അടുത്ത പ്രാവശ്യം വരിക. ഓക്കെ.